നമസ്കാരം. ഇറാനും ഇസ്രയേലും തമ്മിലുള്ള പോര് പുതിയൊരു യുദ്ധമുഖത്തേക്ക് വഴിമാറുന്നതിനിടെ മിഡിൽ ഈസ്റ്റിൽ വൻ നയതന്ത്ര നീക്കങ്ങളുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തിറങ്ങിയിരിക്കുകയാണ്. ഇറാൻ തൊടുത്തുവിട്ട ബാലിസ്റ്റിക് മിസൈൽ ആക്രമണങ്ങൾക്ക് ഉടനടി തിരിച്ചടി നൽകാനുള്ള ഇസ്രായേലിന്റെ നീക്കങ്ങൾക്ക് ട്രംപ് താൽക്കാലികമായി തടയിട്ടു എന്നാണ് പുറത്തുവരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി ട്രംപ് നടത്തിയ ഫോൺ സംഭാഷണത്തിലാണ് ഈ നിർണായകമായ ഇടപെടലുണ്ടായത്. ഇറാനുമായി ഒരു നയതന്ത്ര കരാറിലെത്താൻ അമേരിക്ക വളരെ അടുത്താണെന്നും ഈ സാഹചര്യത്തിൽ പെട്ടെന്നൊരു സൈനിക നീക്കം നടത്തി കാര്യങ്ങൾ വഷളാക്കരുതെന്നും ട്രംപ് നെതന്യാഹുവിനോട് കർശനമായി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇറാന്റെ പക്കൽ ആണവായുധം എത്തുന്നതിനെ തടയാനും ഇസ്രായേലിന്റെ സുരക്ഷ ഉറപ്പാക്കാനും അമേരിക്ക പ്രതിജ്ഞാബദ്ധമാണെന്ന് ആവർത്തിക്കുമ്പോഴും ഈ ഘട്ടത്തിൽ യുദ്ധം കൂടുതൽ വ്യാപിപ്പിക്കരുതെന്നാണ് ട്രംപിന്റെ ആവശ്യം. തങ്ങളൊരു വലിയ ഡീലിന്റെ അവസാന ഘട്ടത്തിലാണെന്നും ഈ സമയത്ത് ഇസ്രായേൽ നടത്തുന്ന ആക്രമണം എല്ലാ നയതന്ത്ര ചർച്ചകളെയും തകിടം മറിക്കുമെന്നും ട്രംപ് നെതന്യാഹുവിനെ ധരിപ്പിച്ചു. തുടക്കത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി തിരിച്ചടിക്ക് അനുമതി വേണമെന്ന് വാദിച്ചെങ്കിലും ഒടുവിൽ ട്രംപിന്റെ സമ്മർദ്ദത്തിന് മുന്നിൽ വഴങ്ങാൻ നിർബന്ധിതനാവുകയായിരുന്നു. കഴിഞ്ഞയാഴ്ച ബെയ്റൂട്ടിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണവുമായി ബന്ധപ്പെട്ട് ട്രംപും നെതന്യാഹുവും തമ്മിൽ ഫോണിൽ രൂക്ഷമായ തർക്കമുണ്ടായിരുന്നു. എന്നാൽ അതിൽ നിന്നും വിഭിന്നമായി വളരെ ശാന്തവും എന്നാൽ കടുപ്പമേറിയതുമായ ഭാഷയിലാണ് ട്രംപ് ഇത്തവണ സംസാരിച്ചത്. ട്രംപിന്റെ ശക്തമായ ഇടപെടലോടെ ഇസ്രായേലിന്റെ ഉടനടിയുള്ള പ്രതികാരം ഏതാനും ദിവസത്തേക്ക് നീണ്ടുപോകുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. അതേസമയം ഇറാന്റെ ആകാശത്ത് 2 മാസത്തോളം ഇസ്രായേൽ വ്യോമസേനയ്ക്കായിരുന്നു പൂർണ്ണ ആധിപത്യം എന്ന കാര്യം ഇറാൻ മറക്കരുതെന്ന് ഇസ്രായേലിന്റെ മുതിർന്ന സുരക്ഷാ ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇറാന്റെ മിസൈൽ ആക്രമണങ്ങൾക്ക് ഇസ്രായേൽ ഉറപ്പായും മറുപടി നൽകുമെന്നും എന്നാൽ അത് തൊട്ടടുത്ത നിമിഷത്തിൽ തന്നെ വേണമെന്നില്ല എന്നുമാണ് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ലെബനനെ ഇറാന്റെ താൽപര്യങ്ങളുമായി കൂട്ടിച്ചേർക്കാനുള്ള നീക്കങ്ങൾ ലെബനൻ സർക്കാർ പോലും തള്ളിക്കളഞ്ഞിട്ടുണ്ടെന്നും ഹിസ്ബുള്ളക്കെതിരെയുള്ള തങ്ങളുടെ സൈനിക നടപടികൾ ഒട്ടും മയം കൂടാതെ തുടരുമെന്നും ഇസ്രായേൽ വ്യക്തമാക്കി. മിഡിൽ ഈസ്റ്റ് സംഘർഷം വീണ്ടും വഷളാവാൻ കാരണക്കാരായ ബെയ്റൂട്ടിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ഇസ്രായേലിന്റെ ഇന്നത്തെ ആക്രമണത്തിന് അമേരിക്കയുടെ യാതൊരുവിധ അനുമതിയും ഉണ്ടായിരുന്നില്ല എന്നാണ് വൈറ്റ് ഹൌസ് വൃത്തങ്ങൾ വെളിപ്പെടുത്തുന്നത്. ആക്രമണത്തിന് മുൻപ് ഇസ്രായേൽ വാഷിംഗ്ടണിനെ വിവരം അറിയിച്ചിരുന്നു എന്ന തരത്തിൽ സൗദി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നെങ്കിലും ഈ നീക്കത്തിൽ തങ്ങൾക്ക് യാതൊരു പങ്കുമില്ലെന്നാണ് അമേരിക്കൻ ഉദ്യോഗസ്ഥർ പറയുന്നത്. അതേസമയം ഇറാഖിൽ കുർദിസ്ഥാനിലെ കുർദിഷ് ഗ്രൂപ്പുകളുടെ ആസ്ഥാനങ്ങൾക്ക് നേരെ ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് ശക്തമായ വ്യോമാക്രമണം നടത്തി. ഈ ഗ്രൂപ്പുകൾ പാശ്ചാത്യ രാജ്യങ്ങളുടെയും ഇസ്രായേലിന്റെയും താൽപര്യങ്ങൾക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നതെന്നാണ് ഇറാന്റെ ആരോപണം. യുദ്ധം തുടങ്ങിയത് മുതൽ പലതവണ ഈ മേഖലകളിൽ ഇറാൻ ആക്രമണം നടത്തിയിട്ടുണ്ടെങ്കിലും ഒഴിഞ്ഞുകിടക്കുന്ന ക്യാമ്പുകളിലേക്കാണ് ഇത്തവണയും ആക്രമണം ഉണ്ടായത്. എങ്കിലും മേഖലയിലെ സംഘർഷാവസ്ഥ ഇപ്പോഴും പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇസ്രായേലിലേക്ക് ഇറാന്റെ കടുത്ത മിസൈൽ ആക്രമണമാണ് കഴിഞ്ഞ കുറച്ചു മണിക്കൂറുകൾ മുൻപ് കണ്ടത്. 11 മിസൈലുകൾ തൊടുത്തുവിട്ടു. ഇസ്രായേൽ എല്ലാം പ്രതിരോധിച്ചെങ്കിലും വീണ്ടും മേഖലയിൽ യുദ്ധ അന്തരീക്ഷം മുറുകുകയാണ്. തിരിച്ചടിക്കും, ഗ്രീൻ സിഗ്നൽ കിട്ടിയാൽ ഉടനെ പ്രതികാരം ചെയ്യുമെന്നുള്ള ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വാചകങ്ങൾ പുറത്തു വന്നതിന് തൊട്ടടുത്ത നിമിഷത്തിൽ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിഷയത്തിൽ ഇടപെട്ടു. ഇറാൻ നടത്തിയ ആക്രമണങ്ങൾക്ക് ഇസ്രായേൽ പ്രത്യാക്രമണം നടത്തിയാൽ തങ്ങൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നയതന്ത്ര ചർച്ചകൾക്ക് വലിയ വിലങ്ങുതടിയായി മാറുമെന്നും അതുകൊണ്ട് സംയമനം പാലിക്കണമെന്നുമാണ് ട്രംപിന്റെ ഉപദേശം.